ഒരു സ്പേസ്, അതുപോലെ ഈ ഒരു സൈഡിലും ഇങ്ങനെ തന്നെ കവർ ചെയ്തിട്ട് ചായയിലാണിതാ നമുക്ക് സാൻഡ്വിച്ചും കൂടിയും തന്നിട്ടുണ്ട്. ഇപ്പോഴാണ് വന്നത്. ബൈ, താങ്ക് യു സോ മച്ച്. ഇവിടെയൊക്കെ കണ്ടോ ഷീറ്റുകൾ കാണാൻ പറ്റും. നോക്കിയൊക്കെ ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റ് ആട്ടോ, പഴങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായിട്ട് കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. വീടൊക്കെ നോക്കിക്കേ കേട്ടോ. അത്യാവശ്യം നല്ല രസമില്ലേ, ഭംഗിയില്ലേ കാണാൻ. ചേട്ടന്റെ വൈഫാട്ടോ. നമുക്ക് വീട്ടിലും ഇതുപോലൊരു കുളമൊക്കെ നിർമ്മിക്കും. പൊക്രി, അതായത് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ ഗുവാഹട്ടിയിലാട്ടോ ഉള്ളത്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മളിങ്ങനെ എവിടെ എത്തിയെന്നൊക്കെ ഉള്ളത്. സൈക്കിളിന് കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിതാ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേക്കിലത്തെ കേരിയർ, പൊട്ടിയ കേരിയർ മുമ്പിൽ വെച്ചിട്ടൊന്ന് ഈ ബാഗ് താങ്ങുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ബേക്കിൽ ബാലൻസ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇന്ന് നമ്മളെ എക്സ്പെരിമെൻ്റ് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അരുണാചലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് യെസ്. അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങാൻ പോകും കേട്ടോ. അരുണാചലിലേക്കുള്ള കേരിയർ പൊട്ടാണെങ്കിൽ നമ്മളത് ഉപേക്ഷിച്ച് ബേക്കിൽ തന്നെ വെച്ചിട്ട് നോർമലിൽ തന്നെ ആക്കും, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെ പുതിയ യാത്ര അരുണാചൽ പ്രദേശിലേക്കുള്ള ഇവിടെ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ എന്തോ പരിപാടി ആയിട്ടില്ലേ, മോദി വരുന്നുണ്ട്, അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25, 26 ഫെബ്രുവരി. നമ്മളിപ്പോൾ ഫെബ്രുവരി 16, 17 ആയിട്ടോ ഉള്ളത്. കറക്റ്റ് ഡേറ്റ് അറിയില്ല. അപ്പോൾ എന്താ ആസാം 2.0 അങ്ങനെ എന്തോ ആണ്, അഡ്വാൻറ്റേജ് ഓഫ് ആസാം 2.0 അങ്ങനെ കേട്ടോ ഇതിൻ്റെ പേര്. ഇവിടെ എയർപോർട്ട് ഉള്ളത്, ഞങ്ങൾ നിന്നെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോദി ഈ വഴി വരുന്നതിനെ കൊണ്ട് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ ചെടി വെച്ച് പിടിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പം ഗുവാഹട്ടി ആട്ടോ ഉള്ളത്. ഫുള്ള് ട്രാഫിക്, ബസ്സുകൾ ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ നിറഞ്ഞെടുക്കുക. ഗുവാഹട്ടിയിൽ ഒരു പാലം ഉണ്ട്, ആ പാലം കടക്കാൻ വേണ്ടി നോക്കുകയാണ്. നോക്കിയാൽ ട്രക്കുകളും വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാട്ടോ. ഇവർ തന്നെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ഈ ബസ്സൊക്കെ സൈഡിൽ നിർത്തിയിട്ടാണ് ഈ തിരക്കുണ്ടാകുന്നത്. 6 വരി പാതയായിട്ട് തന്നെ ഇത്രയും ബ്ലോക്കാട്ടോ. ബ്രഹ്മപുത്ര നദി നമ്മളിതാ വീണ്ടും ക്രോസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ഒരു സാധനം ക്രോസ് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഹിച്ച് ഹൈക്ക് ചെയ്ത് വന്നപ്പോൾ. ഇപ്പോൾ നമ്മളിതാ സൈക്കിളും കൊണ്ട് ഫുൾ ലഗേജ് ആയിട്ട് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം കേട്ടോ, ബ്രഹ്മപുത്രേൻ്റെ. എൻ്റെ മോനെ, അങ്ങനെ ഗുവാഹട്ടി വിട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ സിറ്റി കേട്ടോ. ഞങ്ങൾ എവിടെയും കറങ്ങാനൊന്നും പോയില്ല, ബ്ലോക്കുള്ളതുകൊണ്ട്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. ഭയങ്കര വണ്ടീൻ്റെ സൗണ്ട് ആട്ടോ ഇതിൽ കൂടി പോകുന്നേരം, ഒരു രക്ഷയില്ല. ഫുള്ള് വണ്ടീൻ്റെ സൗണ്ട് അടിച്ച് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടിയാൽ മതി എന്നുള്ളത്. 5 മന്നം മുന്നിൽ പോവാ കേട്ടോ. ഇപ്പം സമയം 3:30 കേട്ടോ. ഞങ്ങൾ ഗുവാഹട്ടി വിട്ട് ആ പാലൊക്കെ കഴിഞ്ഞ് വെയിലായതുകൊണ്ട് ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്താണ്. കുറേ സമയം കഴിഞ്ഞ് അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്ത് ഇപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. മൊത്തം വണ്ടി കണ്ടില്ലേ വേഗം വരുന്നത്, ഇഷ്ടംപോലെ വണ്ടി ഉണ്ട്. ഇതൊക്കെ ട്രക്കൊക്കെ എടുത്ത് പോകുന്നത് സീനാട്ടോ. ഇതെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? നമുക്കൊരു ചേട്ടൻ ഇവിടെ കടയിന് സൈഡിൽ നമ്മൾ സൈക്കിൾ നിർത്തിയിട്ടുണ്ടായിരുന്നു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-6 കിലോമീറ്റർ ചവിട്ടി. അപ്പോൾ ഇവിടുന്ന് ഒരു ചേട്ടൻ നമുക്ക് എന്താ ഇത് പരിപ്പ് വട, അതന്നെ ഉള്ളിവട, മാറിപ്പോയി. ഉള്ളിവടയല്ല, അതിനകത്ത് കാബേജ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ചായയും കൂടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താല്ലേ, അഞ്ജുവിന് വയ്യാതായിരിക്കുകയാണ്, കുറേ ദിവസം റെസ്റ്റ് എടുത്താ. അതെ, എന്താ കണ്ടോ വലിക്കുന്നത്. ഈ ചേട്ടനാണോ നമുക്ക് വാങ്ങിച്ചന്ന്? നമുക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സൈക്കിൾ നിർത്തിയിട്ടൊന്ന് ചേട്ടനായിട്ട് വിളിച്ചോണ്ട് വന്നത്. ഈ ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ പേരാണ് ആയി ഹോട്ടൽ. നമ്മൾ എവിടത്തേക്ക് പോകുന്ന ഗുവാഹട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കാട്ടോ ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പാവാട്ടോ, നല്ല ആളാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ സ്ഥലത്ത് ടെൻ്റ് അടിക്കാനൊക്കെ നോക്കി. ലാസ്റ്റ് ഒരു ടൗണെത്തി, ചെറിയൊരു മാർക്കറ്റ് പോലത്തെ സ്ഥലം. അവിടുന്ന് ഒരു പയ്യെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. നമ്മളെ വീട്ടിലേക്ക് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാനായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മളെ ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. ഈ ഒരു ചേട്ടനാണത്. ഹായ്, हेलो, आपका नाम क्या है? मेरा नाम है सैयद सलमान अली। इधर का अलग भाषा है ना? वो हाँ, आसामीज भाषा है। आप दूसरा भाषा बोलते हैं ना कल? കാമറൂപ്പി ഭാഷ, കാമറൂപ്പി. ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഭാഷയുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഒരു ആസാമിൽ പല ടൈപ്പ് ഭാഷയുണ്ട്, 55 വനം. അതിൽ ഒന്നാട്ടോ ഈ കമറുബി എന്ന് പറഞ്ഞ ഭാഷ.
ये दूसरा भाषा हो गया कामरूप डिस्ट्रिक्ट का। हाँ तो पूरा प्योर असम इस भाषा से अलग है। अलग है। ओके, थैंक यू सो मच भैया कल रुकने के लिए। हमको भी अच्छा हो गया। हाँ। 5 ഇവിടെ आप लोगों നിൽക്കുന്നുണ്ടോ? को कोई दिक्कत नहीं हुआ इधर? അച്ചായ ठीक है, ठीक है। രാത്രി ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാം തന്നു. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാൻ പോവല്ലേ, ബാഗൊക്കെ അവിടെയാട്ടോ വെച്ചത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. Lama. ഇത് ഇവിടുത്തെ കൊച്ചാട്ടോ. ഹായ്, നാം ക്യാ ഹേ? मेरे नाम उम्मे हनी है। ഉമ്മേ ഹണി, ഹണി എന്നാട്ടോ വിളിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഇവിടെ തന്നെ ഉള്ള ഒരു ചെക്കൻ കൂടി ഉണ്ട്, അവന് ഉറങ്ങാൻ തോന്നുന്നു. തെൻവീർ സോയ ആ ഉറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവരൊക്കെ നല്ല ഹെൽപ്പ് കേട്ടോ. ഇത് ടി വി ഒക്കെ വെച്ച് കുറേ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഇതാരെങ്കിൽ വായിക്കാം. ഇതാട്ടോ മൂപ്പരുടെ ഷോപ്പ്. എനിക്ക് പേരൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതാട്ടോ ടെൻവീർ ഞാൻ പറഞ്ഞത്. അപ്പം ചെക്കൻ നേരത്തെ ഉറങ്ങായിരുന്നു, ഇപ്പോഴാണ് വന്നത്. ബായ്, താങ്ക് യു സോ മച്ച്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. റോഡിൽ തന്നെയാണല്ലോ, ഹൈവേൻ്റെ മോളാണുള്ളത്. ഇവിടുന്ന് സ്ഥലത്ത് നിന്ന് റൈറ്റിലോട്ട് പോകണ്ട് തേസ്പൂർ എന്ന് പറഞ്ഞ വഴിയിലേക്ക്. രാവിലെ തന്നെ അത്യാവശ്യം വണ്ടിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഇവിടുന്ന് എസ്കേപ്പ് ആണ്, ഇല്ലെങ്കിൽ കൊണ്ടമാനം വണ്ടി വരുന്നത് കേട്ടോ. ഇപ്പം ഗുവാഹട്ടിക്കാണ് കൂടുതൽ വണ്ടി പോവുക. പിള്ളേരൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ആൾക്കാർ കേട്ടോ, നല്ല സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ടേക്ക് പോവാണ് അരുണാചലിലേക്ക്. രാവിലെ തന്നെ ഇവിടെ ട്രാഫിക്കാട്ടോ. ഏതോ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്, അവിടെ നല്ല ട്രാഫിക്കാണ്. എന്താ ചൈരാലിയോ, ബൈഹാട്ട ചൈരാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. അവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ തേസ്പൂരിലേക്കൊക്കെ പോകുന്ന വഴി. നമുക്കും പോകേണ്ടത് അങ്ങോട്ടേക്കാട്ടോ. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. പോലീസുകാരൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ 9:30 ആയിട്ടേ ഉള്ളൂ, അപ്പോഴാണിത്. നമ്മൾ അവിടെ പെട്രോൾ പമ്പിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വന്നാലേ, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കണ്ട ചേട്ടൻ നമുക്ക് ചായ ഓഫർ ചെയ്ത് നോക്കിയേ. ഇത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കേട്ടോ. എന്താ കാക്ക ചായയോ അങ്ങനെ എന്താ കേട്ടോ. ഈ ചേട്ടനാണ്. ഹായ് ഭയ്യ. आपका नाम क्या है? मेरा नाम हितेश कलिता है। हिटेश कलिता। कलिता। ओ इधर का है आपका? ये जगह का नाम क्या है? ये जगह का नाम बायता सारली कुद्रपला है। ബായത്തസാലി. ആ ഈ പുള്ളി കേട്ടോ, നമ്മൾ ചായ പുള്ളിൻ്റെ हम यहाँ കടയിലാണ്. पे मैनेजर है। ഓ ഇതർ സാർ. ഓക്കെ, ഇവിടുത്തെ മാനേജർ ആട്ടോ. താങ്ക് യു സോ മച്ച് ഭയ്യ, आपको मेरा अच्छा है. आप चाय पी के देखिए, हाँ चाय का कमेंट भी दीजिए। ഓക്കെ. ചായ വന്നിട്ടുണ്ട് കേട്ടോ, ചേട്ടൻ ഉണ്ടാക്കി തന്നെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയോ, എന്താ ഈ പാത്രം എങ്ങനെ ഇവർക്ക് കളയാൻ തോന്നുന്നത്? നമ്മളെ നാട്ടിലാണെങ്കിൽ കഴുകി ഇത് ഒട്ടുന്നവരെ യൂസ് ചെയ്യായിരുന്നു. ആ എങ്ങനെയുണ്ട് ചായ? നല്ല ചായ ആണോ? ഏലക്ക ചായ. ഇന്നലൊക്കെ കുടിച്ച ചായനായിട്ട് വ്യത്യാസം ഉണ്ടോ? അപ്പോൾ കുടിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് കുടിച്ചോക്കാം. ഈ ചേട്ടൻ കണ്ടോ, നമുക്ക് പിന്നെയും ചായ ഇല്ലാണ്ട് ഇതാ നമുക്ക് സാൻഡ്വിച്ചും കൂടിയും തന്നിട്ടുണ്ട്. എനിക്ക് സമയം എന്ത് നല്ല ആൾക്കാരില്ലേ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണാൻ പറ്റുമോ? നമ്മളൊന്നും ചോദിച്ചൊന്നുമില്ല, ഇവിടുന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മളങ്ങോട്ടൊന്നും ചോദിച്ചതല്ല കേട്ടോ, അവർ സ്നേഹം കൊണ്ട് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നിക്കണേ കഴിക്കാതിരിക്കാനും പറ്റും. ഞങ്ങൾ ഈ പമ്പിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതാ ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ വേഗം ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പിടിക്കണം. ഇതല്ല നിൻ്റെ സൈക്കിൾ, അപ്പറ കടലെടുക്കാൻ വന്നാണോ? അപ്പോൾ വേഗം പോവാം. ഇതുണ്ടോ, ഗ്രാമത്തിൽ കൂടിയാണ് നമ്മളെ യാത്ര ഇപ്പം പോകുന്നത്. നേരത്തൊക്കെ ടൗണിൻ്റെ സൈഡിൽ കൂടിയാണെങ്കിൽ ഇത് ചെറിയൊരു റോഡും കുറേ വണ്ടികളും വരുന്നൊരു വഴിയായി മാറിയിട്ടുണ്ട്. 4 വരി പാത ഗുവാഹട്ടി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇത് ഇങ്ങനത്തെ റോഡാണ്. ചെറിയ കടകളൊക്കെ ആയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു യാത്രയിൽ. എന്താ അല്ലേ, ആസാമാണ് ഇത്. നമ്മളിനി നോർത്ത് ആസാമിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ അരുണാചലിലും പോകുന്നുണ്ട്. ഇനി ടീ എസ്റ്റേറ്റൊക്കെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ കണ്ട ഷീറ്റ് വീടുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്ലാണ്ട് പുതിയ കോൺക്രീറ്റ് ചെയ്ത വീടുകളും ഇവിടെ കാണാൻ പറ്റും. ശരിക്കും ഇവർ ഈ കോൺക്രീറ്റ് ചെയ്തത് ഇപ്പം പുതിയതായിട്ട് വന്ന കേട്ടോ. ഷീറ്റിട്ട വീടുകളാണ് കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കിയേ, ശരിക്കും ഈ ഷീറ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഭൂകമ്പമുള്ള ഏരിയയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇവർ കുലുങ്ങും. അപ്പോൾ ആ കുലുങ്ങുന്നതിൻ്റെ വൈബ്രേഷന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് വീടുകൾ ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലത്തെ. പക്ഷേ ഭൂകമ്പം വരുമ്പോൾ പണിയാവും.
ഇതാകുമ്പോൾ ഭൂകമ്പം വരുമ്പോഴത്തേക്ക് തന്നെ വൈബ്രേഷൻ കൊണ്ട് അങ്ങ് പോകുമെന്നാണ് പറയുന്നത്. നമ്മളിവിടുത്തെ ഓരോ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഓരോ വിള്ളലുകളൊക്കെ കാണും. തേച്ച വീടൊക്കെ ആണെങ്കിൽ വിണ്ട് കയറിയതൊക്കെ കാണാൻ പറ്റും വീട്ടിൻ്റെ ഉള്ളിലായിട്ട്. അതൊക്കെ ഭൂകമ്പം വന്നാണ്. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ ഞാൻ കയറുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു അമ്പലമാണ്, അതിന് വരെ ഷീറ്റാണ് കണ്ടോ. ഭൂകമ്പം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഷീറ്റ് ഇട്ടത്. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഗുവാഹട്ടിയിൽ നിന്നൊരു പാസ്റ്റർ എനിക്ക് പറയുന്നതാണ്, അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഉൾഗ്രാമമാട്ടോ ഇതൊക്കെ. തേസ്പൂർ പോകുന്ന ആരെങ്കിലും ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഗുവാഹട്ടിയിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നൊരു ഗ്രാമമാണിത്. വീടുകളൊക്കെ നോക്കിക്കേ, അടിപൊളിയല്ലേ. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ നോക്കിക്കേ, ഒരു തോട്, അതിൻ്റെ ബേക്കിൽ കുറേ വീടുകളുണ്ട് കേട്ടോ, അടുപ്പിച്ചടുപ്പിച്ച്. ഫുൾ പച്ചപ്പാണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രകൃതി അതുപോലെ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഷീറ്റ് വെച്ചിട്ടുള്ള വീടുകളാട്ടോ, മുകളിലൊക്കെ ഷീറ്റൊക്കെ വെച്ചിട്ട്. ഇപ്പോഴാണ് തേച്ചിട്ടൊക്കെ ചുമരൊക്കെ പണിയാൻ തുടങ്ങിയത്. പണ്ടൊക്കെ എല്ലാ സ്ഥലത്തും വീടുകൾ നിർമ്മിച്ചിരുന്നത് മുള വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ എന്തായിരുന്നു മഡ് വെച്ചിട്ടുണ്ടാക്കുന്ന വീടുകളായിരുന്നു. പിന്നെ ഇങ്ങനെ ഫുള്ള് ഷീറ്റ് വെച്ചിട്ടുള്ള വീടുകളുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഭൂകമ്പത്തിൻ്റെ അതുകൊണ്ടാട്ടോ അതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം മാറി ആൾക്കാർ ഇതുപോലെ കെട്ടിയൊക്കെ വീടുണ്ടാക്കാൻ തുടങ്ങി, കല്ലൊക്കെ വെച്ചിട്ട്. താറാവുകളാട്ടോ ഈ തോട്ടിൽ കൂടി ഓടി നടക്കുന്നത്. എല്ലാ വീടിൻ്റെ സൈഡിൽ ഇതുപോലെ ചെറിയ തോട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ. ആസാമിലെ ഗ്രാമക്കാഴ്ചകളാട്ടോ ഇതൊക്കെ. ഇവിടെയൊക്കെ നോക്കിക്കേ, തോടുകളും അതിൻ്റെ ബേക്കിലോട്ട് വീടുകളും. ട്രക്കുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് റോഡിൽ. 5 കട മുമ്പിൽ പോകുന്ന കാറ്റ് നല്ല പോലെ ഉണ്ട് ഫ്രണ്ടിൽ നിന്ന്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ലായിരിക്കും, കാരണം കാറ്റ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. വാഴ കേട്ടോ ഈ സൈഡിൽ കിടക്കുന്ന വാഴയും മാവും കുളമൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഈ റൂട്ട് മൊത്തം ഗ്രാമത്തിൽ കൂടി കേട്ടോ പോകുന്നത്. നമ്മളിനി അരുണാചൽ എത്തുന്നവരെ ഗ്രാമമായിരിക്കും തോന്നുന്നുണ്ട്. ഇടയ്ക്ക് മാത്രം ഒന്ന് ഹൈവേ കയറും, അല്ലാണ്ട് മിക്കതും ഗ്രാമത്തിൽ കൂടി തന്നെ ആയിരിക്കും നമ്മുടെ യാത്ര. ഇവിടെയൊക്കെ കണ്ട വീട്, ഇവിടുത്തെ ആസാമി സ്റ്റൈൽ എന്നാണ് ഈ ഈ വീടിൻ്റെ ഒരു ശൈലിക്ക് പറയുന്നത്. മുകളിൽ മറ്റേ ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള. ഇത് ഇവിടെ തന്നെയുള്ള ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പോകുന്ന എനിക്ക് ഓരോ സാധനം ഇങ്ങനെ വീഡിയോ എടുത്ത് അധികം എടുക്കുന്നില്ല, കാരണം ഗ്രാമങ്ങൾ മാത്രം കാണിച്ചാൽ ബോറടിക്കും. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നേരോ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഒക്കെ നമുക്ക് ഇവിടെ മറ്റേ തോടുള്ളത് കൊണ്ട് തന്നെ ഇത് മറ്റേ അടിക്കുന്ന വെള്ളമില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പമ്പ് ചെയ്ത് അടിക്കുന്ന വെള്ളമില്ലേ, നമ്മളെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് വെള്ളത്തിനാണെങ്കിലും ഫുള്ള് ചളിയൊക്കെയാണ് വരിക. ഒരു ചളിയുടെ മണം ഉണ്ടാവും ആ ഒരു ടൈപ്പ് വെള്ളത്തിന്. ഇതൊക്കെ വീടൊക്കെ അടുപ്പിച്ചാട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്താ, മറോയി എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ എത്തിയിരിക്കുന്നത്. ചെറിയൊരു കടകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഈ മറോയി എന്ന് പറഞ്ഞത്. ആൾക്കാരൊക്കെ സൈക്കിളിൽ സാധനങ്ങളൊക്കെ തള്ളിക്കൊണ്ടുവന്നുണ്ടോ. പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടേക്ക് മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ അത്യാവശ്യം ഉള്ളൊരു സ്ഥലം കേട്ടോ. നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടു. ബാബ മസാർ ഷാരിഫ്, ശരി അങ്ങനെ എന്താ കേട്ടോ. ഇതൊക്കെ ചെറിയ കടകളൊക്കെ കാണാൻ പറ്റും. ഇറച്ചി ഇതൊക്കെ വെക്കുന്ന ടൈപ്പ് മാംസ മാർക്കറ്റ് ഇതൊക്കെ ഉണ്ട്. മൈ ഗോഡ്, വണ്ടിയൊക്കെ വരുന്ന നോക്കിയാൽ. ഇനി ഒരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ടേക്ക് പോകണം. അപ്പോഴാണ് ഉദൽഗുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരുണാചലിലേക്ക് കയറുന്നത്. നമ്മളങ്ങനെ ഒരു വഴിക്ക് കട്ട് ചെയ്തിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല റോഡ് തന്നെയാണ് കാണിക്കുന്നത്. മുന്നോട്ടേക്കും ഇതുപോലെ നല്ല റോഡ് തന്നെ ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.
ഇനി ഇവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് കൂടി കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ വലിയ സ്കൂളൊക്കെ കാണുന്നുണ്ട്. എക്സാം ആട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിപ്പാചാർ കോളേജ്, സിപ്പാചാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മളുള്ളത്. ശരിക്കും അവിടെ നിന്നാണ് റൈറ്റിലോട്ട് കട്ടിയത്. സിപ്പാചാർ എന്ന് പറഞ്ഞാൽ ആസാമിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ഈ തേസ്പൂരൊക്കെ പോകുന്ന ഒരു വയ്യാട്ടോ. ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ടോ. നമ്മളിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണം ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു ചെറിയ റോഡായി കേട്ടോ. ഉദൽഗുരി എന്ന് പറഞ്ഞിട്ട് മാപ്പിലിട്ടപ്പോൾ കാണിച്ചൊരു വയ്യാട്ടോ. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഉള്ളിലുള്ള ഗ്രാമത്തിൽ കൂടെയാണ് ഇനി നമ്മൾ യാത്ര പോകാൻ പോകുന്നത്. ചെറിയൊരു റോഡും ഈ വണ്ടികളൊക്കെ വരുന്നുണ്ടോ. ചെറിയ റോഡാട്ടോ. ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിലൊക്കെ വീഴും. റോഡൊക്കെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഇവിടുന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കിയിട്ട് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെക്കനെ ചോദിച്ചോക്കാം. नहीं चौटी का इधर से रास्ता अच्छा है ना? उदलगुरी उदलगुरी हाँ इस तरह यहाँ से भी जा सकते हैं, यहाँ से भी जा सकते हैं। हाँ सीधा अच्छा रास्ता है ना? अच्छा है, ഓക്കെ नया नया बनाया है। ആ താങ്ക് യു. അപ്പോൾ നേരെയുള്ള റോഡ് നല്ലതെന്നാണോ പറയുന്നത്. അപ്പോൾ നമുക്ക് പോവാം, നേരെ തന്നെ പോവാം. അഞ്ജുനെ ഞാൻ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടാട്ടോ ചോദിച്ചത്. യെസ്, ആ ഒരു വഴി കഴിഞ്ഞ് നല്ല റോഡ് വന്ന് അഞ്ജുന് സന്തോഷമായി കാണും. പോട്ടെ പോട്ടെ, ഇതാ റോഡ്, ഇതാ റോഡ്. സന്തോഷമായോ? എവിടെ നോക്കട്ടെ, നിന്നെ നോക്കട്ടെ ഞാൻ. സന്തോഷമായോ? അല്ല, ഇത് വേറെ വയ്യ. ഇത് നമ്മുടെ ഉള്ളിൽ കൂടി വന്ന് കട്ട് ചെയ്ത്. സന്തോഷമായോ? മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ല. റോഡൊക്കെ കണ്ടിട്ട് പേടിച്ചു പോയി. ആദ്യമോ പേടിച്ച് ഭയന്ന് നിൽക്കുന്നുണ്ടോ? ഈ റോഡ് കണ്ടപ്പോൾ കുറച്ച് ഉണർവ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ റോഡൊക്കെ കൂടെ ആട്ടോ പോകുന്നത്. ഉള്ളിലാന്ന് വിചാരിച്ചു, പക്ഷേ ഈ റോഡാട്ടോ. അതപ്പോ അവിടെ ഒരു കരിമ്പ് യൂസുകാരനുണ്ട്, തിരിച്ചു വന്നാല്. ഓ ബയ്യാന്നോ? ഇവിടെ കാണുന്ന ആൾക്കാർ മൊത്തം ബയ്യ ബയ്യാതാ വിളിക്കുന്നത്. ഇവിടെ സൗണ്ട് കേൾക്കുന്നേരം മാത്രാട്ടോ ഇവള് പെണ്ണാന്ന് മനസ്സിലാവുന്നുള്ളൂ. അതുവരെ എല്ലാരും ബയ്യ ബയ്യാന്നാ പറയുന്നത്. ബയ്യ കിതർ ചാരേന്ന്, ബയ്യ കിതർ ചാരേ, ഏതോ ചോട്ടാ ബയ്യാന്ന് വിചാരിച്ചിട്ട് വരിക. അതെ, എല്ലാം മൂടിയിട്ട് അടക്കുക. എങ്ങനെയുണ്ട് ഈ വഴിയൊക്കെ? അടിപൊളി വയ്യാട്ടോ. നേരത്തെ ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞ് കരഞ്ഞതാ. അപ്പൊ നമുക്ക് നല്ലൊരു വഴി കിട്ടി. വണ്ടികളൊന്നും അധികം ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ഇല്ലാണ്ട് മറ്റേ വണ്ടിയൊക്കെ വരുന്ന ബസ്സിനാണ് ഏറ്റവും മെയിൻ സീന്. ബസ് വണ്ടി ഓണടിക്കും, വെറുത്തു പോവും. അങ്ങനത്തെ ടൈപ്പാട്ടോ. ഇവിടെ മൊത്തം പാടങ്ങളാ, പാടങ്ങൾ നിറഞ്ഞ ആസാമിലെ ഉൾഗ്രാമങ്ങളിലൂടെ സൈക്കിളിൽ പുതിയ പണിതാട്ടോ, പുതിയ പണിത റോഡാണിത്. എല്ലാവരും പറഞ്ഞു നല്ല റോഡ്, അതിൽ കൂടി പൊക്കോ, പുതിയ പണിതാണ്. അതുകൊണ്ടാട്ടോ ഈ വഴിക്ക് വന്നത്. നമ്മളെവിടെ ഇരിക്കുന്നത്? ആട്ട മേടിക്കാൻ വന്നാട്ടോ കടയിൽ. അപ്പം നമുക്ക് ചായ ഇതൊക്കെ, അയ്യോ ചായയും ഇതൊക്കെ കൂടിയിട്ട് ചേട്ടനാട്ടോ. ഹായ്, आपका नाम क्या है? नवो देखा। ये गांव का नाम क्या है? ये गांव का नाम हमारा ब्यासपाड़ा। ब्यासपाड़ा। ओके, थैंक यू सो मच भाई। इधर आपका वाइफ है ना? नाम क्या है आपका? നിജ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ റൂമാട്ടോ അത്. നമുക്ക് ഇവിടെ നിന്ന് അഞ്ചിരിക്കുന്നുണ്ടോ, പോകുന്ന വഴിക്ക് കണ്ടിട്ട് ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് ചായ തന്നാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നേരെ മോന് ക്രിക്കറ്റ് എന്തോ കളിക്കുന്നുണ്ട്, വെറുതെ ബോളിൽ കൊണ്ടൊക്കെ ചാടിയിട്ട് എന്താ അതാ കറങ്ങിയൊക്കെ കളിക്കുന്നു. അതാ നമ്മൾ ബേക്കിൽ കാണുന്നൊരു സ്ഥലം കണ്ടോ, ഈ ചേട്ടൻ്റെ സ്ഥലം കേട്ടോ ഇത്. വീടും ഇതൊക്കെ ആയിട്ടുള്ളത്. എനിക്ക് നടുവിലൊരു സ്പേസ് പോലെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് എനിക്ക് നടുവിലൊരു സ്പേസ്. അതുപോലെ ഈ ഒരു സൈഡിലും ഇങ്ങനെ തന്നെ കവർ ചെയ്തിട്ട് വീടും ഇതിൻ്റെ മുമ്പിലായിട്ട് ഗേറ്റൊക്കെ വന്നിട്ട് ഒരു സ്ഥലം കേട്ടോ. ഈ ഒരു ഏരിയക്ക് ഇവർ പറയുന്നത് സ്വത്തൽ എന്ന് പറഞ്ഞിട്ടാട്ടോ ഈ ഒരു ഏരിയക്ക് പറയുന്നത്. ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള
അതെ, അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന വീടുകളൊക്കെ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. അതായത് ഇവരെ ഫാമിലി മൊത്തം ഇവിടെ താമസിക്കും. അമ്മയും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫാമിലി ആയിരിക്കും അല്ലേ, എല്ലാവരും കൂടി കൂട്ടുകുടുംബം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സ്റ്റേ ആണ് ഇവിടെയൊക്കെ ഉള്ളത്. അടിപൊളിയല്ലേ. അതുപോലെ ഇതുവരെ ചെറിയൊരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈ ഷീറ്റിട്ടതും കാണാൻ പറ്റും മുകളിലായിട്ട്. നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാം കേട്ടോ, ചായക്ക് കുടിച്ചിട്ട്. താങ്ക് യു സോ മച്ച് ചെയ്യാം. ഫിർ കമ്മീമിലേക്ക് ഇവിടെ കണ്ടോ, റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വീടുകൾ. ശരിക്കും ഇവിടെ പണ്ട് ചെറിയൊരു റോഡായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ട് വലിയൊരു റോഡ് എന്നുള്ള ഇതിൻ്റെ അകത്ത് പുതിയ പണിതിട്ടേ ഉള്ളൂ. നല്ല ഫ്രഷ് റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു അനുഭൂതിയായി രാത്രിയാട്ടോ. ഇപ്പം വൈകുന്നേരമായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ അങ്ങ് ഇല്ലാണ്ടായി പോവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. നല്ല രസമാണ് പിന്നെ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട്. അതുപോലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ പോലെയല്ല, നല്ല രീതിയിൽ ആൾക്കാർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാട്ടോ. പഴങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറികൾ, പഴമാണ് കൂടുതൽ കാണുന്നത്. നോക്കിയേ, പച്ചക്കറികളൊക്കെ ആയിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെയാണ് നമുക്ക് നേരെ ആട്ടോ പോകേണ്ടത്. ഇവിടുന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ ക്രോസ് ചെയ്യും. പിന്നെ ഇതുപോലത്തെ ചെറിയ ഫാസ്റ്റ് ഫുഡിൻ്റെ കടകളും കാണാൻ പറ്റും. ഇവിടെയൊക്കെ കോഴി വിൽക്കുന്ന കേട്ടോ. കോഴിനെ കെട്ടിയിട്ട് നോക്കിക്കേ, കുറേ ഉണ്ട്. ഈ ഒരു പുതിയ റോഡിൽ കൂടി തന്നെയാണ് നമ്മൾ യാത്ര. ഇങ്ങനെ ജംഗ്ഷനൊക്കെ കാണുന്നേരം ഇങ്ങനെ ടൗൺ പോലത്തെ ഇങ്ങനെ കുറേ ആൾക്കാർ കച്ചവടമൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. ഓ, എന്തോ ബസാറായിട്ട് ഓടാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ബസാർ മാളാന്ന് തോന്നുന്നുണ്ട്. അടിപൊളി. വികസനം വരട്ടെ എല്ലാ സ്ഥലത്തും, എന്നാലേ പുരോഗമനം ഉണ്ടാവുള്ളൂ. ഈ ചെക്കനൊക്കെ നമ്മളോട് സംസാരിച്ചാട്ടോ വന്നിട്ട്. സ്കൂളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കേട്ടോ. സൈക്കിളും കൊണ്ട് പറന്നാ പോകുന്നത്. നോക്കിക്കേ, സിംഗിൾ ഗിയറാട്ടോ. പറന്ന് പോവാ വീട്ടിലേക്ക്. എൻ്റെ മോനെ, नाम क्या है? दिया ना घर इधर ही है. घर इधर ही है. ഓ, ഇവിടെ തന്നെയാട്ടോ വീട്. ഇവിടെ എവിടെയാന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ പോവാം. ബൈ. അപ്പം നമുക്ക് പോവാം. ഈ ഒരു ഏരിയ നോക്കിക്കേ, എന്ത് മനോഹരല്ലേ. കരിമ്പ് കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഇവരിങ്ങനെ കുറച്ചായിട്ട് കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. വീടൊക്കെ നോക്കിക്കേ, ഇതുപോലെ കുളത്തിൻ്റെ സൈഡിൽ വീട്, ചെറിയ കൃഷിയിടങ്ങൾ. ഇപ്പുറത്ത് വേറൊരു ടൈപ്പാട്ടോ. ഇവിടെ കുളമില്ല, ഉള്ളിലോട്ടുള്ള വീട്. വേലികളൊക്കെ മുള കൊണ്ട് നിർമ്മിച്ചത്. പിന്നെ കുറേ മുളക്കാടുകൾ. അടിപൊളി. ഗ്രാമങ്ങളിലൂടെ പോകാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ആസാമിലുള്ള. വൈകുന്നേരം ഈ ഒരു ഭംഗി കാണുള്ളൂ. ഉച്ചക്കൊക്കെ ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല പോലെ ഉണ്ട്. ഈ വൈകുന്നേരങ്ങളിലാണ് ഇവിടെയൊക്കെ കാണാൻ ഇങ്ങനെ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു ക്ലൈമറ്റ്. ഇവിടുത്തെ ഒരു ചെറിയ സ്കൂളാട്ടോ ഈ കാണുന്നത്. വൈകുന്നേരം പോകാൻ എങ്ങനെയുണ്ട്? ഉച്ചക്കോ? എന്താ രസമില്ലാത്ത? നമുക്കിനി ഉച്ചക്ക് പോകാം. ഒരു വെയിലത്ത് അരുണാചൽ എത്തുമ്പോഴത്തേക്കന്നെ വെയിലൊക്കെ അങ്ങ് പോകും. പിന്നെ ഈ വെയിൽ കിട്ടിയാൽ മതി എന്നാണ് താഴോട്ടേക്ക് ഇറങ്ങാൻ പറയും. പശക്കുട്ടനെ കണ്ടോ? ബേക്കിൽ വരുന്ന പിള്ളേരെ കണ്ടോ? ഞങ്ങളെ സ്കെച്ച് ഇട്ടിരിക്കുകയാണ്. കുറേ നേരമായി കേട്ടോ ബേക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കുറേ പിള്ളേരുണ്ട്. അയ്യോ, ബേക്കുന്നേ കണ്ടതാ. അപ്പോൾ ഞങ്ങളോട് തന്നെ ഇങ്ങനെ വന്ന് ഞങ്ങളൊരു സ്ഥലത്ത് റെസ്റ്റ് എടുത്ത് അപ്പോഴും അവിടെ തന്നെ നിന്ന് എന്നിട്ട് ഞങ്ങൾ പോകുന്ന നേരം വെറുതെ വീലൊക്കെ ഇങ്ങനെ പൊക്കുക. ഇങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ആട്ടോ വെഹിക്കിളിൽ കാണുന്ന പിള്ളേർക്ക്. അവരൊരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കിക്കും, വേറെ ഒന്നുമില്ല. കുറേ ഉണ്ട്, എല്ലാം പോയിന്ന് തോന്നുന്നു. നോക്കിയാൽ ഇവിടെ മറ്റേ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാട്ടോ കുറേ ഉണ്ട്. കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. കണ്ടില്ലേ, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായതും കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കേണ്ടി നോക്കണം. എവിടെയാണെന്നറിയില്ല. ഇതേപോലെ ഗ്രാമത്തിൽ ചോദിക്കണം, കാരണം പെട്രോൾ പമ്പൊന്നും ഈ ഒരു റോഡിലില്ല കേട്ടോ. ഇത് പുതിയൊരു ഉണ്ടാക്കിയൊരു വഴിയാണ്, അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പൊന്നും ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ഗ്രാമത്തിലെങ്ങാനും ചോദിച്ചിട്ട് അവിടെ എങ്ങാനും ടെൻ്റ് അടിക്കാനും നോക്കുക കേട്ടോ.
ഫൈനൽ നമ്മളിതാ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിൽ വന്നാലേ കുറേ സ്ഥലത്ത് ചോദിച്ചു, ഒരു സ്ഥലത്തും സമ്മതിച്ചൊന്നുമില്ല. അവസാനം ഒരു ചേട്ടൻ നമ്മളിതാ ഈ കാണുന്ന ചേട്ടൻ നമ്മളെ അവർ വീട്ടിൻ്റെ അടുത്ത് ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഈ ഒരു സ്ഥലം നോക്കിക്കുക, ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ചെറിയൊരു കുളം പോലെയൊക്കെ ആയിട്ട് എന്ത് രസമാണ്. എവിടെയൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കേട്ടോ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നത് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടാണ്. നേരത്തെ കാണിച്ച ടൈപ്പ് വീടില്ല, അവിടെയാണ്. അഞ്ചുവിനെ നോക്കിക്കേ, ഇരുട്ടത്തൊന്ന് ചെറുതായിട്ട് അഞ്ചുവിനെ കാണാം. അവർ നമുക്ക് റൂമൊക്കെ തന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി ചോദിച്ചിട്ട്. എന്ത് നല്ല ആൾക്കാരില്ലേ. ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ. അതുകൊണ്ട് നമ്മൾ ടെൻ്റ് അടിക്കാൻ സ്ഥലം ചോദിക്കുന്നേരം ഇന്നലെയും വീട് വന്ന് ഇന്നും വീട്ടിൽ തന്നെ താമസിപ്പിക്കുക കേട്ടോ. ലൈറ്റ് വന്നു ഇവിടെ. നമ്മൾ മുട്ട വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോവാം കേട്ടോ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയൊന്നുമില്ല, നമ്മൾ ടോർച്ച് അടിച്ചിട്ട് പോവാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ചെറിയൊരു ഗ്രാമം, ആ ഒരു ഗ്രാമത്തിൽ കൂടെ കേട്ടോ പോകുന്നത്. നമ്മളെ ഭയ ഇവിടെ ഉണ്ട്. ഞാൻ വിശദമായിട്ട് അവിടെ എത്തിയിട്ട് ലൈറ്റിലായിട്ടും പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് കറിയൊക്കെ വെക്കാനുണ്ട്. ഇന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ ആയി കേട്ടോ. നമ്മളിത് ഈ വീട്ടിൻ്റെ ചുറ്റും കാണിച്ചു തരുന്നുണ്ടോ. ഇവിടെ കേട്ടോ നമ്മളിന്നലെ നിന്നത്, നമ്മളിന്നലെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇതാ ഇവിടെ കൊണ്ടുവന്ന ചേട്ടനുണ്ട്. ഈ ചേട്ടനായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നത് പൂപ്പൊരു ടീച്ചറാട്ടോ ഇവിടെ സ്കൂളിലെ. ഹായ്, आपका नाम क्या बोल दिया? പുരംചന്ദ്രനാഥ്. ഇന്നലെ രാത്രി ഞങ്ങൾ ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുമുട്ടിയപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി കണ്ടുമുട്ടിയപ്പോൾ ഈ ചേട്ടൻ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പോകാം, നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന കേട്ടോ. താങ്ക് യു ഭയ്യ. അതുപോലെ ഇതാട്ടോ വീട്. എനിക്ക് എന്ത് രസമാണ്. രാത്രി എനിക്ക് ക്ലിയർ അല്ലാത്തതിനെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ചെറുതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഫുള്ള് ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട്. ഇത് ആസാമീസിൻ്റെ ഇവരൊരു ശൈലിയാണ് വീട് നിർമ്മിക്കുന്നതിൻ്റെ. അവർ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വരും, പിന്നെ മുമ്പിലൊരു ചെറിയൊരു ഗ്യാപ്പും, അങ്ങനെയാണ് ഇവർ വീടുണ്ടാക്കുക. ഇവിടെ നോക്കിയാൽ ചെറിയൊരു സ്പേസ് ഉണ്ടോ, അതെല്ലാ വീട്ടിലും ഉണ്ടാകും കേട്ടോ. ഞാൻ കഴിഞ്ഞ ഈ വീഡിയോനകത്ത് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്. അതുപോലെ ഇവരൊരു ചെറിയൊരു അമ്പലമാണ് ഈ കാണുന്നത്. എല്ലാ വീടിൻ്റെ സൈഡിൽ ഇതുപോലെ അമ്പലം കാണും. കളറൊക്കെ നോക്കിയേ ഒരു പ്രത്യേകതരം ഭംഗിയിലാട്ടോ ഇവർ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നോക്കിയേ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമുക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള ആരെയൊന്നും കാണാനൊന്നും പറ്റില്ല. ഫുള്ളിങ്ങനെ മറിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു കാഴ്ചയ്ക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല രസമില്ലേ, ഭംഗിയില്ലേ കാണാനായിട്ട്. നോക്കിയേ ഇത് ഇവരെ കൊച്ചാട്ടോ, ചീത്ത പറയാ. നാം ക്യാ ഹേ? My name is Majinath. मजनाथ. कितना क्लास में पढ़ते? 3. अभी एग्जाम है ना? हाँ. എക്സാം ആട്ടോ. എന്നിട്ട് കുട്ടീനെ ഇതാക്കുക പല്ലേച്ചോണ്ടി നമസ്കാരം. അവിടെ അവരെ ഭാര്യയാണ് കേട്ടോ, പക്ഷേ വച്ചുണ്ടാക്കി എന്തിനാണെന്നറിയില്ല. ഇതിൻ്റെ ബേക്കിലായിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് ഈ ഒരു കുളം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുളമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതായത് ഇവർ എല്ലാ വീട്ടിലും ഇതുപോലൊരു കുളമൊക്കെ നിർമ്മിക്കും. പൊക്രി, അതായത് ഹിന്ദിയിൽ പൊക്രി എന്നാണ് പറയുന്നത്. നമ്മൾ നേപ്പാളിലെത്തിയപ്പം പൊക്രി എന്ന് പറയുന്ന ഈ ഒരു കുളത്തിനൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് അങ്ങനത്തെ ഒരു കുളം കേട്ടോ, ചെറിയൊരു കുളമാണ്. എല്ലാ വീട്ടിൻ്റെ സൈഡിലും ഇതാ അവിടെയും കണ്ടോ ചെറിയൊരു കുളമായിട്ട് കാണാൻ പറ്റും. ഇതിനുള്ളിൽ ഇവർ മീനൊക്കെ വളർത്തുന്ന കേട്ടോ. നല്ല അടിപൊളിയല്ലേ. ഇവർ തന്നെ സ്വന്തമായിട്ട് മീൻ കൃഷി, അതുപോലെ പലതും ഇതാ കോഴികളാണെങ്കിലും എല്ലാം ഇവിടെ ഉള്ളത് തന്നെ കേട്ടോ. ഇവർ തന്നെ വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഇവർ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇവർ മീനൊക്കെ പിടിക്കുന്നത്. ഇത് കുറച്ച് റോഡിൻ്റെ ഉള്ളിലോട്ടാട്ടോ. നമ്മൾ രാത്രി അനായാസമായിട്ട് കണ്ടുമുട്ടിയ ഒരു ചേട്ടനാണ്. അങ്ങോട്ടേക്ക് പോകാന്നാട്ടോ പറയുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. നല്ല രസമാണ് കേട്ടോ ഇവരോടൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ആൾക്കാർ പറയുന്നത് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടോ. നമ്മളെ യാത്രയിൽ ഇങ്ങനെ പലരെയും നമ്മൾ കണ്ടുമുട്ടും. അതുകൊണ്ടൊക്കെ കോഴിൻ്റെ കൂട് കേട്ടോ ഇത് മൊത്തം ഒരു പറിച്ച് കളഞ്ഞാന്ന് തോന്നുന്നുണ്ട്. ചെറിയ ഇടവഴി. എന്ത് രസമാണ്. ഇത് വാഴയാട്ടോ ഫുള്ളായിട്ട്. നോക്കിക്കേ ഇവിടെയൊക്കെ ചുറ്റും വാഴ കിടപ്പുണ്ട്. ഇവിടെ വാഴയും നെല്ലൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും. ഇവിടെ വലിയതാട്ടോ. എന്തോ സാധനം പറന്നു പോകുന്നുണ്ട്. ഏതൊരു കിളി രാവിലെ തന്നെ പറന്നു പോകാട്ടോ. മീനെ കൊത്താനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഇതും വലിയൊരു കുളമാണ്. ഈ മീൻ ഇഷ്ടം പോലെയുള്ള സ്ഥലമാട്ടോ ഇതൊക്കെ.
കുളത്തിലെ മീൻ നമുക്ക് റോഡിൻ്റെ വഴികളിലൊക്കെ വിൽക്കുന്നതും കാണാൻ പറ്റും. കുറേ സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഹോ. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങൾ. അങ്ങനെ കിടക്കട്ടെ കുറേ ദൂരങ്ങളായിട്ട്. എന്ത് രസമാണ് കാണാൻ. നമ്മളെ വയ്യ ഇവിടെ ഉണ്ട്. പൂര ഫാമിങ് ഏരിയ ഇതൊരു. ഓ അത് സ്കൂളാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കാം. ദളംഘട്ട്. ഓ ഈ സ്കൂളാണ് ബയ്യയുടെ വൈഫ് പഠിപ്പിക്കുന്നത് ടീച്ചറായിട്ട്. കിളി പറഞ്ഞു നോക്കി. അടിപൊളി. ഇവിടുന്ന് പറഞ്ഞു പോയതാട്ടോ രാവിലെ തന്നെ. എന്റെ ओ ये इतना बड़ा है, इतना बड़ा पोखरी है. जो खेत है ना, हाँ इतना जितना खेत है, हाँ इतना बड़ा, ये से बड़ा दिख रहा है. ചേട്ടൻ പറയുന്നത് ആ കാണുന്ന വയലില്ല, അതായത് കൃഷിയിടങ്ങൾ, അത്രയും വലിയ കുളങ്ങളാണ് ഈ നമ്മൾ നേരത്തെ കടന്നു വന്ന വഴിക്ക് കാണാൻ പറ്റാമെന്നാണ്. പക്ഷെ നമ്മൾ അത്രയും വലിയ കണ്ടില്ലായിരുന്നു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുന്നത്. ഞങ്ങളത് ശ്രദ്ധിച്ചുമില്ല. കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കുളങ്ങൾ നമ്മളെല്ലാ വീട്ടിൻ്റെ സൈഡിലും കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും വലുതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ആ കാണുന്ന സ്ഥലത്തൊക്കെ വീടുകളും കാണാൻ പറ്റും കേട്ടോ. ഗ്രാമങ്ങളാണ് ഫുൾ ഉള്ളിലോട്ടായിട്ട്. ആ കാണാം കേട്ടോ സ്കൂള്. അപ്പോൾ അവിടെയാണ് ഇവരെ വൈഫ് പഠിപ്പിക്കുന്നത്. ഇത് ചേട്ടൻ്റെ വൈഫാട്ടോ. നമുക്ക് അഞ്ചുമണി. ഓ ഇവളെ പേര് അഞ്ചു എന്നാട്ടോ. അപ്പോൾ 5 മണി എന്നുള്ള പേര് കിട്ടിയത്. ഇതൊരു ടീച്ചറാണ്. ഇപ്പം പോവാട്ടോ റെഡി ആയിട്ട്. ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങേറ്റെങ്കിൽ പിന്നെ ഇവൾക്കൊരു ചേച്ചിയും കൂടിയുണ്ട്. അത് ഇവിടെ കാണുന്നില്ല. നമ്മൾ ഇന്നലെ നിന്ന റൂമും കൂടി കാണിച്ചാൽ എവിടെയുണ്ടോ ഇങ്ങനെ ഒരു തീയിടും ചെറുതായിട്ട് വൈകിട്ടാകുമ്പോൾ. ഇവിടെ തണുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് വലിയ തണുപ്പില്ലെങ്കിൽ ഇവർക്ക് അത്യാവശ്യം തണുപ്പുണ്ട്. ഇവർ ഇങ്ങനെ തീയിട്ടിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും വൈകുന്നേരം ആകുമ്പോൾ. അപ്പം നമുക്ക് ഇല്ല ഇവരൊരു റൂം ഫുള്ളായിട്ട് നമുക്ക് വന്ന്. പക്ഷെ ബെഡും അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. നമ്മളെ സാധനങ്ങളാണെങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്നത് മൊത്തമായിട്ടും. അതുപോലെ ഇവിടെയാണ് നമ്മൾ കിടത്തൊക്കെ. അതുപോലെ ഗ്യാസൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്താട്ടോ. അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. ജസ്റ്റ് റൂം എന്നുള്ള ഇതിൻ്റെ അകത്ത് തന്നേ ഉള്ളൂ. ഇതൊക്കെ ഇവർ തന്ന സാധനം കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ചു? ആ രാത്രി ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. എന്ത് പറ്റി? നമുക്കപ്പം വേഗത്തിൽ പാക്ക് കേട്ടോ. സൈക്കിളൊക്കെ നമ്മളെ കൊണ്ട് ഉള്ളിൽ വെപ്പിച്ചു. കാരണം പുറത്ത് വെക്കണ്ടെന്ന് പറഞ്ഞ്. ഇവർ രണ്ടുപേരും പോവാട്ടോ. ഇന്ന് എക്സാം ഉള്ളതുകൊണ്ട് സ്കൂളിൽ നേരത്തെ എത്തണം 9 മണിക്കേക്ക്. അതുകൊണ്ട് രണ്ടുപേരും കൂടി നേരത്തെ തന്നെ പോവാണ്. പിള്ളേരൊക്കെ ഇവിടെ തന്നെ കേട്ടോ. ഇത് വേറെ ഒരു പെൺകുട്ടി കേട്ടോ. आपका नाम क्या है? सानिया सिबोम. सानिया सिबोम. कितने क्लास में पढ़ा? क्लास 12 में. +2 പഠിക്കുക കേട്ടോ. ബൈ. ഇനി നമുക്ക് ചോറും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കും പോകണം കേട്ടോ. നമുക്കും പോകണ്ടേ? ഇവിടെ പല്ലിയൊക്കെ നിറഞ്ഞൊക്കെ ഓടി വന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ചോറൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ആട്ടും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. കുറേ 2-3 ഉണ്ടായിരുന്നു. ഇത് നോക്കിയാൽ താറാവിൻ്റെ കുഞ്ഞുങ്ങളാ നിരന്നിരന്നൊരായിട്ട് പോകാൻ നോക്കിക്കേ. എത്രയാ? ഹൈ ഇവിടെ തന്നെ ഉള്ളാട്ടെ ഇതൊക്കെ. എന്ത് രസമല്ലേ കാണാൻ. നമ്മുടെ നാട്ടിലും പണ്ട് ഇതേപോലെ താറാവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല ഒരു സ്ഥലത്ത്. അങ്ങനെ പേക്കിംഗ് ഒക്കെ കണ്ട് കഴിഞ്ഞ്. അങ്ങനെ പേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കണ്ടില്ലേ. ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈക്കിളൊക്കെ. ഇവിടുന്ന് പോവല്ലേ നമ്മള്. അതെ ഇവിടെ കണ്ടോ ആൾക്കാരൊക്കെ കുറേ ഇരിക്കുന്നു. ഹായ്. അപ്പോൾ നമ്മൾ പോവാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഗ്രാമത്തിലുള്ള കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല വീഡിയോസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇവിടുത്തെ എല്ലാ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വരുന്ന വൈക്കുള്ള ഗ്രാമങ്ങളെല്ലാം. ഇതാ ഈ ബയ്യ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ബയ്യ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ ചേട്ടനല്ലേ എത്തിച്ച ചേട്ടൻ്റെ ചേട്ടനാണിത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പുതിയ കാഴ്ചകളായിരിക്കും. പുതിയൊരു ഭൂട്ടാൻ ബോർഡറിലേക്കും കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ അടുത്ത നല്ല നല്ല കാഴ്ചകളും നല്ല ഗ്രാമ കാഴ്ചകളും നേരത്തെ വീഡിയോ എടുക്കാവുന്നവരെ ബൈ.